ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. 2025 ലോഗോസ് പരീക്ഷയുടെ ചോദ്യോത്തരങ്ങൾ POC മുൻകൂട്ടി നൽകിയിരിക്കുകയാണ്. CDEF വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നൽകിയിട്ടുള്ളത്. POC തന്നെ നൽകിയിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ്. 400 ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 365 ചോദ്യങ്ങളും ഓരോ അധ്യായത്തിൽ നിന്നും ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനും, അങ്ങനെ 35 അധ്യായങ്ങളിൽ നിന്ന് 35 ചോദ്യങ്ങൾ, അങ്ങനെയാണ് ആകെ 400 ചോദ്യങ്ങൾ. POC നൽകിയിരിക്കുന്ന ഈ ചോദ്യോത്തരങ്ങളിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യോത്തരങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ഈ 400 ചോദ്യങ്ങളിൽ നിന്ന് 78 ചോദ്യങ്ങൾ ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും. സെപ്റ്റംബർ 28 നടക്കുന്ന ആദ്യ റൗണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന്. ഇതൊരു സന്തോഷ വാർത്തയാണ്. ഇത്രയും ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാൾക്ക് പോലും 78 മാർക്ക് ഉറപ്പായും കിട്ടും. ഞാനതിനെ റൗണ്ട് ചെയ്ത് 80 മാർക്ക് എന്ന് പറയുകയാണ്. പിന്നെ ഒരു 20 മാർക്കിന് വേണ്ടിയിട്ടാണ് ബാക്കി ഭാഗങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. അതിന് സാമീഡിയ ലോഗോസ് ഒരു സമഗ്രമായ പഠന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 35 അധ്യായങ്ങളുടെയും വീഡിയോസ് വളരെ സമഗ്രമായി തന്നെ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദിവസം പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു പഠന സഹായി തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 4000-ഓളം ചോദ്യങ്ങൾ വരുന്ന ഒരു പഠന സഹായി. 230 രൂപയാണ് പുസ്തകത്തിന്റെ വില. 200 രൂപയ്ക്കാണ് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഓഫർ പ്രൈസിൽ പുസ്തകം നൽകുന്നുണ്ട്. ഒരു പുസ്തകം വാങ്ങുന്നവർക്ക് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 250 രൂപ, 2 പുസ്തകം 400, 3 പുസ്തകം 500, 4 പുസ്തകം 600, 6 പുസ്തകം, അതായത് 5 പുസ്തകം വാങ്ങുന്നവർക്ക് ഒരു പുസ്തകം സൗജന്യമായി നൽകുന്നുണ്ട്. അങ്ങനെ 6 പുസ്തകം 850 രൂപ. 10 പുസ്തകത്തിൽ കൂടുതൽ ഒന്നിച്ച് വാങ്ങുന്നവർക്ക് ഓരോ പുസ്തകത്തിനും 130 രൂപ. ഓഗസ്റ്റ് 10-ാം തീയതി വരെയാണ് ഈ ഓഫർ നിലവിലുള്ളത്. പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 1. വേശ്യാപുത്രനായിരുന്ന ന്യായാധിപൻ ആര്? ജഫ്ത. 2. ജഫ്തായുടെ പിതാവ് ആരായിരുന്നു? ഗിലയാദായിരുന്നു അവന്റെ പിതാവ്. 3. ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല, നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ. ജഫ്തായെ പുറംതള്ളിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാര്? ഗിലയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ. 4. ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്നു താമസിച്ച സ്ഥലമേത്? തോബ്. 5. ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നതാര്? ഒരു നീച സംഘം. 6. ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു? സീഹോൻ. 7. ഇസ്രായേൽ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചതെന്ത്? നിങ്ങളുടെ ദേശത്തുകൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം. 8. തന്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമോര്യ രാജാവ് സീഹോൻ. 9. ഇസ്രായേലിനോട് പൊരുതാൻ സീഹോൻ താവളമടിച്ചതെവിടെ? യാഹാസിൽ. 10. ആരാണ് സീഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. 11. സീഹോനെയും അവന്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏതു ദേശമാണ്? അർണോൺ മുതൽ ജാബൂക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം മുഴുവൻ. 12. തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമോര്യരെ തുരത്തിയതാര്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. 13. അമോന്യരുടെ ദൈവമാര്? കെമോഷ്. 14. മൊവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രനാര്? ബാലാക്ക്. ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. മൊവാബിന്റെ അതിർത്തി ഏതാണ്? അർണോൺ. ഈ 15 ചോദ്യങ്ങൾ ന്യായാധിപന്മാർ 11-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അടുത്തതായി ന്യായാധിപന്മാർ അധ്യായം 12. ചോദ്യം 15. യുദ്ധത്തിനൊരുങ്ങി എഫ്രായിംകാർ എവിടേക്കാണ് ചെന്നത്? സഫോണിലേക്ക്. 16. അമോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ജഫ്തായോട് ഇങ്ങനെ പറഞ്ഞതാര്? എഫ്രായിംകാർ. 17. ആര് ആരോട് പറഞ്ഞു? ഞാനും എൻ്റെ ജനവും
അമ്മോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. ആരോട് പറഞ്ഞു എന്ന ചോദ്യമാണ്. ഉത്തരം ജഫ്ത എഫ്രായിംകാരോട്. 18 എഫ്രായിംകാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമോന്യർക്കെതിരെ ചെന്നു എന്നാണ് ജഫ്ത പറയുന്നത്, തന്റെ ജീവൻ കയ്യിലെടുത്ത്. 19 ജഫ്ത ഗിലയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി യുദ്ധം ചെയ്തത് ആരോട്? എഫ്രായിമിനോട്. 20 ഗിലയാദുകാർ എഫ്രായിംകാരെ തകർത്തു കളഞ്ഞതിന് കാരണമെന്ത്? ഗിലയാദുകാർ എഫ്രായിമിന്റെയും മനാസ്സയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞു. 21 എഫ്രായിംകാരോട് എതിർത്ത് ഗിലയാദുകാർ പിടിച്ചെടുത്തതെന്ത്? ജോർദാന്റെ കടവുകൾ. 22 എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലയാദുകാർ ചോദിക്കുന്നത് എന്ത്? നീ ഒരു എഫ്രായിംകാരനോ? 23 നീ ഒരു എഫ്രായിംകാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതായിരുന്നു? ഷിബ്ബോലത്ത്. 24 ഷിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറയുന്നവനെ ഗിലയാദുകാർ പിടിച്ച് കൊന്നിരുന്നത് എവിടെ വച്ച്? ജോർദാന്റെ കടവുകളിൽ വച്ച്. 25 ഷിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രായിംകാർ എത്ര? 40,000 എഫ്രായിംകാർ. 40,000 എന്ന് പറയുന്നത് 42,000 എന്നാണ്. 26 ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? 6 വർഷം. 27 ഗിലയാദുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെ? സ്വന്തം പട്ടണമായ ഗിലയാദിൽ. 28 ആരാണ് ജഫ്തായ്ക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഇബ്സാൻ. 29 ഇബ്സാൻ ഏതു നാട്ടുകാരനായിരുന്നു? ബെത്ലഹേംകാരൻ. 30 ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? 7 വർഷം. 31 ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ? ബെത്ലഹേമിൽ. 32 ഇബ്സാനു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? സെബിലൂൺകാരനായ ഏലോൻ. 33 ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 10 വർഷം. 34 ഏലോനെ സംസ്കരിച്ചത് എവിടെ? സെബിലൂൺ ദേശത്ത് അയ്യാലോണിൽ. 35 ഏലോനു ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായാധിപനായത്? പിറധോന്യനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ. 36 അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 40 പുത്രന്മാർ. 37 അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു? 30 പൗത്രന്മാർ. 38 അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതകൾ ഉണ്ടായിരുന്നു? 70 കഴുതകൾ. 39 എത്ര വർഷം അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? 8 വർഷം. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻ, ഇബ്സാന് എത്ര പുത്രിമാർ ഉണ്ടായിരുന്നു? 30. അടുത്ത ന്യായാധിപന്മാർ 13-ാം അധ്യായമാണ്. 13-ാം അധ്യായത്തിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ചോദ്യം 40, കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? 40 വർഷത്തേക്ക്. 41 മനോവ എന്ന ആൾ താമസിച്ചിരുന്നത് എവിടെ? സോറായിൽ. 42 മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? ദാൻ ഗോത്രം. 43 നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. കർത്താവിന്റെ ദൂതൻ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? മനോവയുടെ ഭാര്യയോട്. 44 എന്ത് കുടിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ. 45 എന്ത് ഭക്ഷിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? അശുദ്ധമായതൊന്നും. എക്സ്ട്രാ ക്വസ്റ്റ്യൻ, മനോവയുടെ പുത്രന്റെ പേരെന്ത്? സാംസൺ. തുടർന്ന് വരുന്നത് 14-ാം അധ്യായമാണ്. 14-ാം അധ്യായത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ്. ചോദ്യം 46, കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവസിച്ച സാംസൺ എങ്ങനെയാണ് സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ. 47 സിംഹത്തിന്റെ ഉടൽ കാണാൻ തിരിഞ്ഞ സാംസൺ എന്താണ് കണ്ടത്? സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. 48 എത്ര പേരെയാണ് ഫിലിസ്ത്യർ സാംസന് തോഴരായി കൊടുത്തത്? 30 പേരെ. 49
തന്റെ കടങ്കഥയ്ക്ക് എത്ര ദിവസത്തിനകം ഉത്തരം പറയണമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? വിരുന്നിന്റെ 7 ദിവസത്തിനകം. 50 തന്റെ കടങ്കഥയ്ക്ക് വിരുന്നിന്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ സമ്മാനമായി എന്തു നൽകാമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. 51 സാംസന്റെ കടങ്കഥയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസന് നൽകേണ്ടിയിരുന്നത് എന്ത്? 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും. 52 സാംസന്റെ കടങ്കഥ എന്തായിരുന്നു? ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 53 എത്ര ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപന്മാർ 14:14 കാണുന്നത്. 3 ദിവസമായിട്ടും. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഏതു പട്ടണം കൊള്ളയടിച്ചാണ് സാംസൺ കടങ്കഥ പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത്? അഷ്കലോൺ. തുടർന്ന് 15-ാം അധ്യായത്തിലെ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ചോദ്യം 54: സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയതാര്? ഫിലിസ്ത്യർ. 55 സാംസൺ കഴുതയുടെ താടിയെല്ല് എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? റാമാത്ത് ലേഹി. 56 എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? 20 വർഷം. വളരെ കുറച്ച് ചോദ്യങ്ങളെ 15-ാം അധ്യായത്തിൽ നിന്നും നൽകിയിട്ടുള്ളൂ. അവിടെ എക്സ്ട്രാ ക്വസ്റ്റ്യനായി നൽകിയിരിക്കുന്നത് എൻഹക്കോർ എന്ന വാക്കിന്റെ അർത്ഥം അപേക്ഷിക്കുന്നവന്റെ ഉറവ. തുടർന്ന് 16-ാം അധ്യായമാണ്. 57 സാംസൺ സ്വൈരിണിയെ കണ്ടുമുട്ടിയത് എവിടെ വച്ച്? ഗാസായിൽ വച്ച്. 58 ഗാസ നിവാസികൾ സാംസനെ കൊല്ലുന്നതിനു വേണ്ടി രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെ? പട്ടണവാതിൽക്കൽ. 59 ഗാസായിൽ നിന്ന് സാംസൺ എവിടേക്കാണ് പോയത്? ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക്. 60 ദലീല താമസിച്ചിരുന്നത് എവിടെ? സോറേക്ക് താഴ്വരയിൽ. 61 സാംസനെ വശീകരിക്കണമെന്ന് ദലീലായോട് ആവശ്യപ്പെട്ടത് ആര്? ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ. 62 സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും ഫിലിസ്ത്യരുടെ നേതാക്കന്മാർക്ക് പറഞ്ഞുകൊടുക്കുന്നതിന് ദലീലയ്ക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ഓരോരുത്തരും 1100 വെള്ളിനാണയം വീതം. 63 നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ചു കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക എന്ന ദലീലയുടെ ചോദ്യത്തിന് സാംസൺ മറുപടി പറഞ്ഞതെന്ത്? ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും. 64 സാംസനെ ബന്ധിക്കുന്നതിനു വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നത്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഫിലിസ്ത്യരുടെ ദേവനാര്? ദാഗോൻ. തുടർന്ന് 17-ാം അധ്യായമാണ്. ചോദ്യം 65 മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളിനാണയങ്ങളാണ് എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചത്? 200 വെള്ളിനാണയങ്ങൾ. 66 ലേവ്യൻ മിക്കായ്ക്ക് ആരെ പോലെ ആയിരുന്നു? പുത്രനെ പോലെ. 67 ബത്ലഹേംകാരനായ ലേവ്യൻ മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയപ്പോൾ മിക്ക പറഞ്ഞതെന്ത്? ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. 17-ാം അധ്യായത്തിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ: എവിടെയാണ് കൊത്തുവിഗ്രഹവും വാർപ്പു വിഗ്രഹവും പ്രതിഷ്ഠിച്ചത്? മിക്കായുടെ ഭവനത്തിൽ. തുടർന്ന് 18-ാം അധ്യായമാണ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ 5 ചോദ്യങ്ങൾ മാത്രമാണ് 18-ാം അധ്യായത്തിൽ നിന്ന് നൽകിയിട്ടുള്ളത്. ചോദ്യം 68 ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ച 5 പേർ യാത്രാമധ്യേ എവിടെയാണ് താമസിച്ചത്? മിക്കായുടെ വീട്ടിൽ. 69 ദേശം ഒറ്റുനോക്കുന്നതിന് പോയ 5 പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത്? യുവലേവ്യന്റെ ശബ്ദം. 70 ദേശം ഒറ്റുനോക്കുന്നതിന് പോയ 5 പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിച്ചേർന്നത് എവിടെ? ലായിഷിൽ. 71 ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവ്യന്റെ അടുത്തു ചെന്ന് കുശലം ചോദിക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ നിന്നിരുന്നതാര്? പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: മിക്ക ആരെ ഒന്നിച്ചുകൂട്ടിയാണ് ദാൻകാരെ പിന്തുടർന്നത്? അയൽവാസികളെ.
തുടർന്ന് 19-ാം അധ്യായമാണ്. ചോദ്യം 72. ലേവ്യനോട് പിണങ്ങി യൂദായിലെ ബെത്ലഹേമിലുള്ള തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവന്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത്? ഏകദേശം 4 മാസം. 73. അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങിത്തിരിച്ച ലേവ്യന്റെ കൂടെ ഉണ്ടായിരുന്നതാര്? ഒരു വേലക്കാരൻ. 74. ഉപനാരിയുടെ പിതാവിന്റെ ഭവനത്തിലെത്തിയ ലേവ്യനെ സന്തോഷത്തോടെ സ്വീകരിച്ചതാര്? യുവതിയുടെ പിതാവ്. 75. അമ്മായിയപ്പൻ നിർബന്ധിച്ചതനുസരിച്ച് എത്ര ദിവസം ലേവ്യൻ അവിടെ താമസിച്ചു എന്നാണ് ന്യായാധിപന്മാർ 19:4 കാണുന്നത്? 3 ദിവസം. 76. അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. എത്രാം ദിവസം പ്രഭാതത്തിലാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് ഇങ്ങനെ പറഞ്ഞത്? 4-ാം ദിവസം പ്രഭാതത്തിൽ. 77. ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നതുവരെ താമസിക്കുക. എത്രാം ദിവസമാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് ഇങ്ങനെ പറഞ്ഞത്? 5-ാം ദിവസം. 78. ലേവ്യനും കൂട്ടുകാരും വൃദ്ധന്റെ വീട്ടിൽ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചതാര്? നഗരത്തിലെ ചില ആഭാസന്മാർ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. തുറസായ സ്ഥലത്ത് ഇരുന്ന ലേവ്യന്റെ അടുക്കൽ വന്ന വൃദ്ധൻ ഏതു നാട്ടുകാരനായിരുന്നു? എഫ്രായിം മലനാട്ടുകാരൻ. തുടർന്ന് 20-ാം അധ്യായമാണ്. 20-ാം അധ്യായത്തിൽ നിന്നും വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. 79. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വച്ചാണ്? ബഥേലിൽ വച്ച്. 80. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുൾ ചെയ്തത്? യൂദ. 81. യുദ്ധത്തിന്റെ 2-ാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു? ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ. 82. എലയാസർ ആരുടെ പുത്രനായിരുന്നു? അഹറോന്റെ. 83. മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട 600 പേർ എത്ര നാൾ അവിടെ താമസിച്ചു? 4 മാസം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത്? മിസ്പായിലേക്ക്. തുടർന്ന് 21-ാം അധ്യായമാണ്. ന്യായാധിപന്മാരിൽ നിന്ന് 11 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ് 2025 ലോഗോസിന് പഠിക്കാനുള്ളത്. 84. ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? സായാഹ്നം വരെ. 85. ജനം കർത്താവിന് ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത്? ദഹനബലികളും സമാധാന ബലികളും. 86. മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു? യാബേഷ് ഗിലയാദിൽ നിന്ന്. 87. ആരിൽ നിന്നാണ് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത്? നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. 87 ചോദ്യങ്ങളും 11 അധ്യായത്തിൽ നിന്നുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടെ 100ഓളം ചോദ്യങ്ങളാണ് ന്യായാധിപന്മാരിൽ നിന്ന് POC തയ്യാറാക്കി നൽകിയിട്ടുള്ളത്. ഈ 100 ചോദ്യങ്ങളിൽ നിന്ന് 20ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കും എന്നാണ് POC പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുക. തുടർന്ന് പ്രഭാഷകൻ 41 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. 41-ാം അധ്യായം. ചോദ്യം 88. ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? പാപികളുടെ പിൻതലമുറ. 89. എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ദൈവഭയമില്ലാത്ത പിതാവിനെ. 90. എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്ദയനുഭവിക്കുന്നത്? ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം. 91. ആർക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ 41:8 പറഞ്ഞിരിക്കുന്നത്? അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്. 92. നിങ്ങൾ ശാപത്തിലേക്കാണു ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. ഈ പരാമർശം ആരെക്കുറിച്ചാണ്? അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച്. 93. പൂരിപ്പിക്കുക. ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു, പൊടിയിൽ നിന്ന് വന്നവൻ. 94. ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത്? ദൈവഭയമില്ലാത്തവൻ. 95.
ഡാഷ് മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ ഡാഷ് പേര് പോലും മാഞ്ഞു പോകും. ശരീരനാശത്തെ പ്രതി മനുഷ്യൻ വിലപിക്കുന്നു, എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും. 96 എന്തിൽ ശ്രദ്ധാലുവായിരിക്കാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? സത്കീർത്തിയിൽ. 97 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? സത്കീർത്തി. 98 പൂരിപ്പിക്കുക. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ ഡാഷ് ശാശ്വതവും. സത്കീർത്തി. 99 കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർത്തിക്കുവിൻ, ഉപദേശങ്ങൾ പാലിച്ച്. 100 നിഷ്പ്രയോജനമായത് എന്തെല്ലാം? നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും. 101 ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം? വിഡ്ഢിത്തം മറച്ചുവയ്ക്കുന്നവൻ. 102 ആരുടെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ. 103 ആരുടെ മുമ്പിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ. 104 ആരുടെ മുമ്പിൽ തെറ്റു ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ. 105 ആരുടെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ. 106 ആരുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. 107 പ്രഭാഷകൻ 41:19 പ്രകാരം ലജ്ജാകരമായതെന്ത്? സ്വന്തം സ്ഥലത്തുനിന്ന് മോഷ്ടിക്കുക. 108 എന്തിന്റെ മുമ്പിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. എന്താണ് മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പ്? മരണവിധി. 2 പ്രായവിഭാഗങ്ങൾക്ക് 2 തരം ക്വസ്റ്റ്യൻസ് POC തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഇത് CDEF വിഭാഗങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി നൽകിയിരിക്കുന്ന 400 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. AB വിഭാഗങ്ങൾക്കായിട്ട് 365 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയായി 2 ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ പ്രായവിഭാഗക്കാരും 2 വീഡിയോയും പൂർണ്ണമായും കണ്ട് ഇത്രയും ചോദ്യോത്തരങ്ങൾ കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. തുടർന്ന് 42-ാം അധ്യായമാണ് പ്രഭാഷകൻ. 109 വചനം വഴി നിർവഹിക്കപ്പെടുന്നതെന്ത്? കർത്താവിന്റെ പ്രവൃത്തികൾ. 110 തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നതെന്ത്? സൂര്യൻ. 111 എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നതെന്ത്? കർത്താവിന്റെ മഹത്വം. 112 കർത്താവിന്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത് എന്ത്? അവിടുത്തെ വിസ്മയനീയമായ പ്രവൃത്തികൾ. 113 എന്തിനു വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് വിസ്മയനീയമായ പ്രവൃത്തികൾ സ്ഥാപിച്ചത്? പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി. 114 കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നതെന്ത്? അവയുടെ നിഗൂഢതകൾ. 115 കർത്താവ് നിരീക്ഷിക്കുന്നതെന്ത്? കാലത്തിന്റെ സൂചനകൾ. 116 കർത്താവ് പ്രഖ്യാപിക്കുന്നതെന്ത്? ഭൂതവും ഭാവിയും. 117 എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്? നിഗൂഢ രഹസ്യങ്ങൾ. 118 പൂരിപ്പിക്കുക. ഡാഷ് അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. 119 കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത്? അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ. 120 അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നതാര്? കർത്താവ്. 121 അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. പ്രവൃത്തികൾ. 122 പൂരിപ്പിക്കുക. അവയെല്ലാം എന്നേക്കും ഡാഷ് നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് ഡാഷ് പുലർത്തുന്നു. എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. 123 പൂരിപ്പിക്കുക. എല്ലാ വസ്തുക്കളും ഡാഷ് ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല. ജോഡികളായി, ദ്വന്ദ്വങ്ങളായി. 124 പൂരിപ്പിക്കുക. ഒന്ന് മറ്റൊന്നിന് ഡാഷ്. അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? 125 പ്രഭാഷകൻ 42:9 സമാനമായ ബൈബിൾ ഭാഗമേത്? നിയമാവർത്തനം 24:1.
126 പ്രഭാഷകൻ 42:18 സമാനമായ സുഭാഷിത ഭാഗമേത്? സുഭാഷിതം 15:11. 127 പ്രഭാഷകൻ 42:20 സമാനമായ സങ്കീർത്തന ഭാഗമേത്? സങ്കീർത്തനം 139 1 മുതൽ 4 വരെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നതാര്? മകൾ. തുടർന്ന് പ്രഭാഷകൻ 43 അധ്യായമാണ്. 128 ചൂടുകൊണ്ട് ദഹിക്കുന്നതെന്ത്? പർവ്വതങ്ങൾ. 129 ചൂടുകൊണ്ട് വരളുന്നതെന്ത്? മരുഭൂമി. 130 അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നതെന്ത്? സസ്യങ്ങൾ. 131 എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നതെന്ത്? മൂടൽമഞ്ഞ്. 132 മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. 133 പ്രഭാഷകൻ 43:23 അത്യുന്നതന്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്. 134 സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാര്? സമുദ്ര സഞ്ചാരികൾ. 135 പൂരിപ്പിക്കുക. അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ ഡാഷ് അതിലുണ്ട്. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. ഇത്തരം വാക്യങ്ങൾ അങ്ങ് കാണാതെ പഠിച്ചു പോകുന്നതാണ് നല്ലത്. 136 അത്യുന്നതന്റെ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ? സ്വന്തം ശക്തിയാൽ. 137 എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ? അവിടുത്തെ വചനത്താൽ. 138 എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്: അവിടുന്നാണ് സർവവും. 139 പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നതമാണ്. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടുന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതനാണ്. 140 ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നതാര്? കർത്താവ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നതെന്ത്? ഉത്സവ ദിനങ്ങൾ. അടുത്ത അധ്യായം 44 44 അധ്യായത്തിൽ നിന്നുള്ള POC നൽകിയിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മളൊരു പഠനസഹായി തയ്യാറാക്കിയിട്ടുള്ള കാര്യം ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നു. പഠനസഹായിയിൽ ആകെ 4000-ഓളം ചോദ്യങ്ങളുണ്ട്. ആ 4000-ഓളം ചോദ്യങ്ങളിലാണ് 400 ചോദ്യങ്ങൾ POC തിരഞ്ഞെടുത്ത് നൽകിയിട്ടുള്ളത്. അതിൽ നിന്ന് 80-ഓളം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. ബാക്കിയുള്ള 20 ചോദ്യങ്ങൾ കിട്ടണമെങ്കിൽ ബൈബിൾ മുഴുവൻ ഭാഗവും 35 അധ്യായവും നന്നായി വായിക്കുകയും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മറ്റ് വീഡിയോസ് കാണുകയും പഠനസഹായിയിൽ നിന്നും ഈ 4000-ഓളം ചോദ്യങ്ങൾ വായിക്കുകയും ചെയ്യുക എന്നതാണ്. അതിനായി നിങ്ങൾ പരിശ്രമിക്കുക. പഠനസഹായി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ എത്രയും വേഗം തന്നെ പഠനസഹായി അയച്ചു തരുന്നതായിരിക്കും. 141 സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച്. 142 ആരാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത്? ജനതകൾ. 143 മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നതാര്? സമൂഹം. 144 കർത്താവിനെ പ്രീതിപ്പെടുത്തിയതാര്? ഹെനോക്ക്. 145 ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ 44:16 കാണുന്നത്? ഹെനോക്ക്. 146 എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയായിരിക്കുന്നതാര്? ഹെനോക്ക്. 147 തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച്? നോഹയെക്കുറിച്ച്. 148 വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ ആര്? നോഹ. 149 നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത്? മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന്. 150 അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നതാര്? അബ്രഹാം. 151 മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ ആര്? അബ്രഹാം. 152 അവൻ ഡാഷ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഡാഷ് ഏർപ്പെടുകയും ചെയ്തു. അത്യുന്നതന്റെ നിയമം പാലിക്കുകയും ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. 153
സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചതാര്? അബ്രഹാം. 154 പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതാര്? അബ്രഹാം. 44 അധ്യായത്തിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ, അവരുടെ മക്കളും അവയ്ക്കു വേണ്ടി നിലകൊള്ളും. അവ എന്ത്? ഉടമ്പടികൾ. തുടർന്ന് 45 അധ്യായമാണ്. ചോദ്യം 155 പൂരിപ്പിക്കുക. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് ഡാഷ് കർത്താവ് ഉയർത്തി? കാരുണ്യവാനായ ഒരുവനെ. 156 അവൻ ജനത്തിന് സുസമ്മതനായി, ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ ആര്? മോശ. 157 കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ദൈവദൂതന്മാർക്ക്. 158 ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം കർത്താവ് ശക്തനാക്കിയതാരെ? മോശയെ. 159 ആര് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത്? മോശ. 160 ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്? രാജാക്കന്മാരുടെ സന്നിധിയിൽ. 161 കർത്താവ് മോശയെ ഏൽപ്പിച്ചതെന്ത്? തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ. 162 തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം കർത്താവ് നൽകിയത് ആർക്ക്? മോശയ്ക്ക്. 163 കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചതെങ്ങനെ? വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. 164 അഹറോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചതെങ്ങനെ? കർത്താവിന്റെ ക്രോധത്തിൽ. 165 പൂരിപ്പിക്കുക. യൂദാഗോത്രജനായ ഡാഷ് ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു? ജസ്സയുടെ പുത്രൻ. ആ വാക്യം ഇങ്ങനെയാണ്: യൂദാഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി. എക്സ്ട്രാ ക്വസ്റ്റ്യൻ, കർത്താവ് നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം നൽകുകയും ചെയ്തതാർക്ക്? അഹ്റോന്. തുടർന്ന് അധ്യായം 46 അധ്യായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങൾ. 166 യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നതാര്? നൂനിന്റെ പുത്രൻ ജോഷുവ. 167 അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നു. അവൻ ആര്? ജോഷുവ. 168 ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്തതാര്? ജോഷുവ. 169 പൂരിപ്പിക്കുക. ഡാഷ് വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു? നഗരങ്ങൾക്കെതിരെ. 170 ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? കർത്താവിന് വേണ്ടി. 171 ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത്? ജോഷുവയുടെ. 172 പൂരിപ്പിക്കുക. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് ഡാഷ് ദൈർഘ്യമുണ്ടായില്ലേ? 2 ദിവസത്തെ. 173 പൂരിപ്പിക്കുക. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു? അത്യുന്നതനെ. 174 ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷുവയ്ക്ക് ഉത്തരമരുളിയത്? ശക്തമായ കന്മഴ അയച്ച്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ, ഏതു പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും പ്രവചിച്ചത്? സാമുവൽ. തുടർന്ന് അധ്യായം 47 പ്രഭാഷകൻ. ചോദ്യം 175 സാമുവലിനു ശേഷം ഏതു പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത്? നാഥാൻ. 176 എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ. 177 ദാവീദ് എന്തിനോടുകൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത്? കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ. 178 എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത്? കരടികളോട്. 179 ദാവീദ് യൗവനത്തിൽ കവണിയിൽ കല്ലു ചേർത്ത് കരമുയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത്? ഗോലിയാത്തിന്റെ. 180 ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ആരുടെ അപമാനമാണ് നീക്കിയത്? ജനത്തിന്റെ അപമാനം. 181 പ്രഭാഷകൻ 47:5 പ്രകാരം എന്തിനു വേണ്ടിയാണ് അത്യുന്നതനായ കർത്താവ് ദാവീദിന്റെ വലത്തുകരം ശക്തമാക്കിയത്? തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി, ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന്. 182 എപ്രകാരമാണ് ജനം ദാവീദിനെ മഹത്വത്തിന്റെ കിരീടമണിയിച്ചത്? 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട്. 183 എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത്? കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി. 184 ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ? ചുറ്റുമുള്ള ശത്രുക്കളെ. 185 ദാവീദ് നശിപ്പിച്ചത് ആരെ? എതിരാളികളായ ഫിലിസ്ത്യരെ. 186 ഇന്നും അവർ
ശക്തിയറ്റവരായി കഴിയുന്നു. അവർ ആര്? ഫിലിസ്ത്യർ. 187 ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചതെങ്ങനെ? തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച്. 188 ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത്? ദാവീദ്. 189 ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കാൻ ദാവീദ് നിയോഗിച്ചതാരെ? ഗായക സംഘത്തെ. 190 ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത്? ദാവീദ്. 191 ഗായക സംഘം ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ മുഖരിതമായതെന്ത്? വിശുദ്ധ സ്ഥലം. 192 ദാവീദിന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തതാര്? കർത്താവ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ സോളമനെ കീഴ്പ്പെടുത്തിയതെന്ത്? അഭിലാഷങ്ങൾ. തുടർന്ന് 48 അധ്യായമാണ്. വളരെ കുറച്ച് ചോദ്യങ്ങളാണ് 48 അധ്യായത്തിലുള്ളത്. 193 ഇസ്രായേലിന്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ ഏലിയ. 195 ഏലിയ നാശത്തിലേക്ക് നയിച്ചതാരെ? രാജാക്കന്മാരെ. 195 2 പ്രാവശ്യം പറയുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമ്പർ ആവർത്തിക്കുകയാണ്. ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയതാരെ? പ്രസിദ്ധന്മാരെ. 196 ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്നു വിറച്ചില്ല, ആരും അവനെ കീഴടക്കിയില്ല. അവൻ ആര്? ഏലീഷ. 197 അവന്റെ കാലത്ത് സൂര്യൻ പിറകോട്ട് ചരിച്ചു, അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. അവൻ ആര്? യെശയ്യാ പ്രവാചകൻ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ സിയോനെതിരെ കരമുയർത്തുകയും അഹങ്കാര ജൽപ്പനം മുഴക്കുകയും ചെയ്തതാര്? റബ്ഷക്ക. തുടർന്ന് 49 അധ്യായമാണ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ 4 ചോദ്യങ്ങളെ അവിടെ പറഞ്ഞിട്ടുള്ളൂ. 198 ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചതെന്ത്? കൊടുങ്കാറ്റ്. 199 ആർക്കാണ് ദൈവം നന്മ ചെയ്തത്? നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക്. 200 വലത്തുകൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇപ്രകാരം പറയുന്നത്? സെറുബാബേലിനെ കുറിച്ച്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞതാര്? ജോസിയ. പ്രഭാഷകൻ 50 അധ്യായത്തിലെ ചോദ്യങ്ങളാണ്. അതായത് പ്രഭാഷകനിൽ നിന്ന് 2025 ലോഗോസിന് പഠിക്കാനുള്ള അവസാനത്തെ അധ്യായമാണ്. 201 ആക്രമണം ചെറുക്കാൻ ശിമയോൻ ചെയ്തതെന്ത്? നഗരത്തിന് കോട്ട കെട്ടി. 202 ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത്? ശിമയോൻ. 203 പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നതെന്ത്? കർത്താവിന്റെ പ്രകാശം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ പൂമാല പോലെ ശിമയോനെ ചുറ്റിയതാര്? സഹോദരന്മാർ. തുടർന്ന് ലൂക്കായുടെ സുവിശേഷമാണ്. 17 മുതൽ 24 വരെ അധ്യായങ്ങളാണ് ലൂക്കായിൽ നിന്ന് പഠിക്കാനുള്ളത്. 17 അധ്യായത്തിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളെ നൽകിയിട്ടുള്ളൂ. ചോദ്യം 204 ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചതാര്? അപ്പോസ്തലന്മാർ. 205 നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന് യേശു പറഞ്ഞത്? കടുകുമണിയോളം. 206 ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നമ്മളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. 207 എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. ലൂക്ക 17 അധ്യായത്തിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ മനുഷ്യപുത്രന്റെ ദിനങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും. യേശു ഇത് പറഞ്ഞത് ആരോട്? ശിഷ്യന്മാരോട്. ലൂക്ക 17 അധ്യായത്തിൽ 37 വാക്യങ്ങളുണ്ട്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ 5 ചോദ്യങ്ങളെ ഇവിടെ നൽകിയിട്ടുള്ളൂ. നമ്മുടെ പഠനസഹായിയിൽ 87 ചോദ്യങ്ങൾ ലൂക്കായുടെ സുവിശേഷം 17 അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. മുഴുവൻ ഭാഗങ്ങളും പഠിച്ച് നല്ല മാർക്ക് കരസ്ഥമാക്കണം എന്ന ആഗ്രഹമുള്ളവർ ബൈബിൾ പൂർണ്ണമായി വായിക്കുകയും പഠനസഹായിയിലെ മുഴുവൻ ചോദ്യങ്ങളും 4000-ഓളം ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് മുഴുവൻ പഠിക്കുകയും പരമാവധി വീഡിയോ കാണുകയും മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. തുടർന്ന് 18 അധ്യായത്തിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്.
208 ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു? ദേവാലയത്തിലേക്ക്. 209 ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചതെങ്ങനെ? അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന്. 210 ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? ഫരിസേയൻ. 211 ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേന്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുകൃതമെന്ത്? 2 പ്രാവശ്യം ഉപവസിക്കുന്നു. 212 ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേയൻ ചെയ്യുന്നതായി പറയുന്ന സുകൃതങ്ങൾ എന്ത്? ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. 213 ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എന്തിനു പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചു എന്നാണ് യേശു അരുൾ ചെയ്തത്? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും. 214 ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. 215 ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയതാര്? ചുങ്കക്കാരൻ. 216 ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശമെന്ത്? തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. 217 യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെയായിരുന്നു? ശിശുക്കളെ. 218 ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ ശകാരിച്ച അവസരമേത്? ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ. 219 തന്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? ശിശുക്കളെ കുറിച്ച്. 20 ശിശുക്കൾ എന്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. യേശു ആരോടാണിത് പറഞ്ഞത്? ശിഷ്യന്മാരോട്. 221 ദൈവരാജ്യം ആരെപ്പോലെ ഉള്ളവരുടേതാണ് എന്നാണ് യേശു അരുൾ ചെയ്യുന്നത്? ശിശുക്കളെ പോലെ ഉള്ളവരുടേത്. 222 ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവർ എങ്ങനെയുള്ളവരാണെന്നാണ് യേശു അരുൾ ചെയ്യുന്നത്? ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ. 223 നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത്? ധനികനായ ഒരു അധികാരി. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രബോധനം നൽകിയത്? രക്ഷ. തുടർന്ന് 19-ാം അധ്യായമാണ് ലൂക്കായുടെ സുവിശേഷം. 224 ജെറീക്കോയിൽ വച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യനാര്? സക്കേവൂസ്. 225 സക്കേവൂസ് ഏത് ദേശക്കാരനായിരുന്നു? ജെറീക്കോ. 226 അവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. അവൻ ആര്? സക്കേവൂസ്. 227 ജെറീക്കോയിൽ വച്ച് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച ധനികൻ ആര്? സക്കേവൂസ്. 228 സക്കേവൂസ് എന്ന പേരിന്റെ അർത്ഥം എന്ത്? നീതിമാൻ, വിശുദ്ധൻ. 229 യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച സക്കേവൂസിന്റെ ജോലി എന്തായിരുന്നു? ചുങ്കം പിരിക്കൽ. 230 യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സക്കേവൂസിന് അത് സാധ്യമായിരുന്നില്ല. എന്തുകൊണ്ട്? പൊക്കം കുറവായിരുന്നതിനാൽ. 231 യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിന്റെ പേര് സിക്കമൂർ. 223 മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യനോട് യേശു വേഗം ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ആര്? മരമേത്? സക്കേവൂസ് ആണ് ആ മനുഷ്യൻ. മരം സിക്കമൂർ. 233 ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? സക്കേവൂസിനോട്. 234 സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്തു ചെയ്തു? അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. 235 ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. ആ പാപിയാര്? സക്കേവൂസ്. 236 ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. ആരെപ്പറ്റി പറഞ്ഞു? യഹൂദർ യേശുവിനെ പറ്റി. 237 യേശു സക്കേവൂസിന്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടതു കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്തായിരുന്നു?
ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു. 238 തന്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സക്കേവൂസ് എന്തുമാത്രം താൻ ദരിദ്രർക്കു കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്? സ്വത്തിൽ പകുതി. 239 വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറയുന്നത്? 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്. 240 സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരൻ ആര്? സക്കേവൂസ്. 241 ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ആരുടെ ഭവനത്തിന്? സക്കേവൂസിന്റെ. 242 സക്കേവൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്? അബ്രഹാത്തിന്റെ പുത്രൻ. 243 ദൈവത്തിന്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനാഢ്യന്റെ പേര് സക്കേവൂസ്. 244 യേശുവിന്റെ ജനന വാർത്ത അറിഞ്ഞ് ആട്ടിടയന്മാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് തിടുക്കത്തിലിറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി ആര്? സക്കേവൂസ്. 245 മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് യേശു അരുളി ചെയ്തത്? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. 246 ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ആരോട് പറഞ്ഞു? യേശു സക്കേവൂസിനോട്. 247 ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുൾ ചെയ്ത ഉപമ ഏത്? 10 നാണയത്തിന്റെ ഉപമ. 248 10 നാണയത്തിന്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശുവും ശിഷ്യന്മാരും എവിടെയായിരുന്നു എന്നാണ് ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത്? ജെറുസലേമിന് സമീപത്ത്. 249 10 നാണയത്തിന്റെ ഉപമ യേശു പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നവർ എന്ത് വിചാരിച്ചിരുന്നു എന്നാണ് ലൂക്കാസ് സുവിശേഷകൻ എഴുതുന്നത്? ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന്. 250 അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത്? ചുറ്റും നിന്നിരുന്നവരോട്. 251 ഉള്ളതുപോലും ആരിൽ നിന്ന് എടുക്കപ്പെടും എന്നാണ് യേശു പഠിപ്പിച്ചത്? ഇല്ലാത്തവനിൽ നിന്ന്. 252 ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമായാണ്? 10 നാണയത്തിന്റെ. 253 10 നാണയത്തിന്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തന്റെ ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് പ്രഭു പറഞ്ഞത്? അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയണമെന്ന്. 254 കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തന നിരതരാകണമെന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഉപമ ഏത്? 10 നാണയത്തിന്റെ ഉപമ. 255 10 നാണയത്തിന്റെ ഉപമ പറഞ്ഞതിനു ശേഷം യേശു എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത്? ജെറുസലേമിലേക്കുള്ള യാത്ര. 256 ലൂക്കായുടെ സുവിശേഷത്തിൽ ഒലിവ് മലയ്ക്കരികെയുള്ള 2 സ്ഥലങ്ങളുടെ പേരെന്ത്? ബത്ഫഗെ, ബെഥാനിയ. 257 ജെറുസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയച്ചത്? 2 ശിഷ്യന്മാരെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: യേശു വിലപിച്ചത് ഏതു പട്ടണത്തെ കണ്ടപ്പോഴാണ്? ജെറുസലേം. തുടർന്ന് ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ്. 258 പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് എന്തായി തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? മൂലക്കല്ലായി. 259 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് യേശു പറയുന്നുണ്ട്. ആ കല്ലിന്മേൽ നിപതിക്കുന്നവന് എന്ത് സംഭവിക്കും? അത് ആരുടെയെങ്കിലും മേൽ പതിച്ചാലും എന്ത് സംഭവിക്കും? കല്ലിന്മേൽ നിപതിച്ചാൽ തകരും, കല്ല് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ ധൂളിയാകും. 260 പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ പുസ്തകമേത്? സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ 118 22-23 വാക്യങ്ങളിലാണ്. 261-ാമത്തെ ചോദ്യം: തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഉപമ ഏത്? അവർ ആര്? മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ, നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 262 മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ ശ്രവിച്ച പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവർ ആരെയാണ് ഭയപ്പെട്ടത്? ജനങ്ങളെ. 263 യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ
യഹൂദ നേതാക്കന്മാർ ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ. 264 യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത്? ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും. ദേശാധിപതി പീലാത്തോസാണ്. 265 നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്രകാരം യേശുവിനോട് പറഞ്ഞതാര്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. 266 നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരുടെ ചാരന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമെന്ത്? ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? 267 സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ച യഹൂദ ചാരന്മാരോട് യേശു ആവശ്യപ്പെട്ട നാണയമെന്ത്? ഒരു ദെനാറ. 268 സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യഹൂദ ചാരന്മാർ ചോദിച്ചപ്പോൾ യേശു ഒരു ദെനാറ കാണിക്കാൻ ആവശ്യപ്പെട്ടത് എന്തു മനസ്സിലാക്കിയപ്പോഴാണ്? അവരുടെ കൗശലം. 269 സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി വന്ന യഹൂദചാരന്മാർ യേശു ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവന്ന നാണയത്തിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരുന്നത്? സീസറിൻ്റേത്. 270 സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരമെന്ത്? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. 271 സീസറിന് നികുതി കൊടുക്കുന്നതിനെ പറ്റി ചോദ്യവുമായി വന്ന യഹൂദചാരന്മാർ യേശുവിന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് ചെയ്തതെന്ത്? മൗനം അവലംബിച്ചു. 272 നീതിമാന്മാരെന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാനാണ് സാധിക്കാതിരുന്നത്? ജനങ്ങളുടെ. 273 പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെടുന്നത് എങ്ങനെ? സദുക്കായർ. 274 ഒരാളുടെ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കടമയെപ്പറ്റി നിയമത്തിൽ പറയുന്ന സാഹചര്യമേത്? സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ. 275 ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളതാര്? മോശ. 276 പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദത്തിൽ സദുക്കായർ യേശുവിനോട് പറഞ്ഞ സംഭവത്തിലെ സ്ത്രീ എത്ര പേരുടെ ഭാര്യയായിരുന്നു? 7 സഹോദരന്മാരുടെ. 277 വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളാണെന്നാണ് യേശു പറയുന്നത്? ഈ യുഗത്തിന്റെ സന്താനങ്ങൾ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമയിൽ ഉടമസ്ഥൻ തോട്ടം ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? കൃഷിക്കാരെ. തുടർന്ന് 21-ാം അധ്യായമാണ്. 21-ാം അധ്യായത്തിൽ നിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ 4 ചോദ്യങ്ങളെ നൽകിയിട്ടുള്ളൂ. 278 അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആരു നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദേഷിക്കും എന്നാണ് യേശു പറയുന്നത്? യേശുവിന്റെ നാമം നിമിത്തം. 279 യേശുവിന്റെ നാമം നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദേഷിക്കുമെങ്കിലും ശിഷ്യന്മാരുടെ എന്തുപോലും നശിച്ചു പോവുകയില്ല എന്നാണ് യേശു അറിയിക്കുന്നത്. ഒരു തലമുടിയിഴ പോലും. 280 ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂദയായിലുള്ളവർ എന്തു ചെയ്യണം എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. ജെറുസലേമിൽ വച്ച് യേശുവിന്റെ വാക്കു കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ എവിടെയാണ് എത്തിയിരുന്നത്? ദേവാലയത്തിൽ. തുടർന്ന് 22-ാം അധ്യായമാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ള ഏറ്റവും വലിയ അധ്യായമാണ്. ലൂക്ക 22-ാം അധ്യായം. ചോദ്യോത്തരങ്ങൾ. 281 പെസഹ തിരുനാളിന്റെ മറ്റൊരു പേര്? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. 282 യേശുവിനെ എങ്ങനെ വധിക്കാമെന്നതിനെപ്പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരെല്ലാം? പുരോഹിതന്മാരും നിയമജ്ഞരും. 283 പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഏതു സമയത്താണ്? പെസഹ അടുത്തപ്പോൾ. 284 പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടിരുന്നത് ആരെയാണ്? ജനങ്ങളെ. 285 സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര്? യൂദാസ്. 286 12 അപ്പോസ്തലന്മാരിൽ
ആരിലാണ് സാത്താൻ പ്രവേശിച്ചത്? യൂദാസിൽ. 287 യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത്? പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. 288 യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് പ്രതിഫലമായി യഹൂദ നേതാക്കന്മാർ യൂദാസിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതെന്ത്? പണം. 289 എപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ജനക്കൂട്ടമില്ലാത്തപ്പോൾ. 290 പ്രേക്ഷിത ദൗത്യവുമായി അയക്കപ്പെടുന്ന അപ്പോസ്തലന്മാർ വാളില്ലാത്തവനെങ്കിൽ എന്തു വിറ്റുപോലും വാൾ വാങ്ങട്ടെ എന്നാണ് യേശു ആവശ്യപ്പെട്ടത്. സ്വന്തം കുപ്പായം. 291 താൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പ്രഖ്യാപിച്ചത്. നിയമലംഘകരോടുകൂടെ. 292 പൂരിപ്പിക്കുക. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് ഡാഷ് പൂർത്തിയാകേണ്ടതാണ്. 293 വാളില്ലാത്തവൻ വാൾ വാങ്ങട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ തങ്ങൾക്ക് എത്ര വാളുണ്ട് എന്നാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്? 2 വാൾ. 294 പെസഹ ഭക്ഷിച്ച ശേഷം യേശു എവിടേക്കാണ് പോയത്? ഒലിവുമലയിലേക്ക്. 295 പെസഹ ഭക്ഷണത്തിനു ശേഷം ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര്? ശിഷ്യന്മാർ. 296 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ച ശേഷം ഒലിവുമലയിലെത്തിയ യേശു ശിഷ്യന്മാരോട് ആദ്യം അരുൾ ചെയ്ത വചനമെന്ത്? നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. 297 ഗത്സമനിലെത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എന്തുമാത്രം ദൂരെ മാറിയാണ് പ്രാർത്ഥിച്ചത്? ഒരു കല്ലേറ് ദൂരം. 298 ഗത്സമനിലെത്തിയ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴത്തെ ശാരീരിക നില എന്തായിരുന്നു? മുട്ടിന്മേൽ വീണു. 299 ഗത്സമനിയിൽ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ സേവകന്റെ ഏതു ചെവിയാണ് ഛേദിച്ചു കളഞ്ഞത്? അത് യേശു സുഖപ്പെടുത്തിയതെങ്ങനെ? വലതു ചെവി തൊട്ട് സുഖപ്പെടുത്തി. 300 ഗത്സമനിയിൽ യേശുവിനെ ബന്ധിക്കാനായി വന്നവർ ലൂക്കാസ് വിശേഷത്തിൽ ആരെല്ലാമായിരുന്നു? പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. 301 ഗത്സമനിൽ വെച്ച് യേശുവിനെ ബന്ധിക്കാനായി വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം? വാളും വടിയും. 302 ആർക്കെതിരെ എന്ന പോലെ എന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവോ എന്നാണ് തനിക്കെതിരായി വന്നവരോട് യേശു ചോദിക്കുന്നത്. കവർച്ചക്കാരനെതിരെ എന്ന പോലെ. 303 ഗത്സമനിൽ വെച്ച് യേശു തന്നെ ബന്ധിക്കാൻ വന്നവരോട് താൻ എല്ലാ ദിവസവും എവിടെയായിരുന്നപ്പോൾ അവർ തന്നെ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ദേവാലയത്തിലായിരുന്നപ്പോൾ. 304 പൂരിപ്പിക്കുക. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷ് ആധിപത്യവും അന്ധകാരത്തിന്റെ. 305 എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും. യേശു ഇപ്രകാരം പറഞ്ഞത് ആരോട്? പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. 306 ഗത്സമനിയിൽ ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്? പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക്. 307 നീയും അവരിൽ ഒരുവനാണ് എന്ന് പ്രധാന ആചാര്യന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു മനുഷ്യൻ പറഞ്ഞത് ഏത് അപ്പോസ്തലനെ കണ്ടിട്ടാണ്? പത്രോസിനെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. യേശു ശിഷ്യന്മാരോട് അവർ ആരെപ്പോലെയാകരുത് എന്നാണ് നിർദ്ദേശിച്ചത്? വിജാതീയരെ പോലെ. തുടർന്ന് 23-ാം അധ്യായം ലൂക്കായുടെ സുവിശേഷം. ചോദ്യം 308 യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര്? പീലാത്തോസ്. 309 യേശുവിനെ വിട്ടയക്കുന്നതിനെ പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു? 3 പ്രാവശ്യം. 310 യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത്? ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. 311 യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു? ബറാബാസ്. 312 പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനും ബറാബാസിനെ വിട്ടയക്കാനും തീരുമാനിച്ചതിന്റെ കാരണമെന്ത്? ജനക്കൂട്ടത്തിന്റെ നിർബന്ധം. 313 യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് കുരിശു ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തി ആര്? ശിമയോൻ. 314 കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച ശിമയോൻ ഏതു നാട്ടുകാരനായിരുന്നു? കിറേനക്കാരൻ. 315 യേശുവിന്റെ കുരിശിന്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവന്റെ പിന്നാലെ പോയിരുന്നവർ ആര്? സ്ത്രീകളുടെ സമൂഹം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ.
വിചാരണവേളയിൽ യേശുവിനോട് പലതും ചോദിച്ചെങ്കിലും അവനിൽ നിന്ന് ഒരു ഉത്തരവും ലഭിക്കാത്ത ഭരണാധികാരി ഹെറോദസ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള അവസാനത്തെ അധ്യായം 24 അധ്യായമാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായവും അതുതന്നെയാണ്. 24 അധ്യായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങളേ ഉള്ളൂ. 316 എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അത് എവിടെ വെച്ചായിരുന്നു? എമ്മാവൂസിലേക്കുള്ള വഴിയിൽ. 317 എമ്മാവൂസിലേക്ക് ഉദ്ധാന ദിവസം പോയ 2 ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. എന്താണ്? ക്ലെയോപ്പാസ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: യേശുവും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും ഭക്ഷണത്തിനിരുന്നപ്പോൾ ആരാണ് അപ്പം മുറിച്ചത്? യേശു. തുടർന്ന് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് എഫേസോസ് 1 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 318 രക്ഷയുടെ സദ്വാർത്തയെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? സത്യത്തിന്റെ വചനത്തെ. 319 സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ, അതായത് എഫേസോസുകാർ, അവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരാലാണ്? വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. 320 ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്തു സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരം ആരാണ്? പരിശുദ്ധാത്മാവ്. 321 എഫേസോസുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നത്രേ പൗലോസ് പറയുന്നത്. പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന്. 322 തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ. 323 പൂരിപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും ഡാഷിന്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട്. ആ വാക്യം അങ്ങ് കാണാതെ പഠിക്കുന്നതാണ് നല്ലത്. എഫേസോസ് 1:17. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ ആര്? ദൈവം. തുടർന്ന് 2 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 324 ദൈവം നമ്മെ ഉയർപ്പിച്ചത് ആരോടുകൂടെയാണ്? യേശുക്രിസ്തുവിനോടുകൂടെ. 325 യേശുക്രിസ്തുവിനോടുകൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിൽ അവനോടുകൂടെ. 326 ദൈവം യേശുക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തിയത് എന്തിനാണ്? അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ അവന്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ. 327 അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഏത്? രക്ഷ. 328 നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണ് എന്നാണ് എഫേസോസ് 2:8 പറഞ്ഞിരിക്കുന്നത്? വിശ്വാസം വഴി, കൃപയാൽ. 329 അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? രക്ഷയെക്കുറിച്ച്. 330 നാം ആരുടെ കരവേലയാണ്? ദൈവത്തിന്റെ. 331 ദൈവത്തിന്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ്? നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായിട്ടാണ്. 332 ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ്? അപരിച്ഛേദിതർ എന്ന്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ്? ക്രിസ്തുവിൽ. തുടർന്ന് 3 അധ്യായമാണ് എഫേസോസുകാർ. 333 ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരിലാണ്? പരിശുദ്ധാത്മാവിനാൽ. 333 എഫേസോസ് 3:7 പ്രകാരം പൗലോസ് എന്തിന്റെ ശുശ്രൂഷകനാണ്? സുവിശേഷത്തിന്റെ. 335 ആരുടെ കൃപാവരത്താലാണ് പൗലോസ് സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായത്? ദൈവത്തിന്റെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: വിശ്വാസം വഴി എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ ആര് വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ക്രിസ്തു. 4 അധ്യായം. 336
നമുക്കോരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ്? ക്രിസ്തുവിന്റെ ദാനത്തിന്. 337 ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ്? അസംഖ്യം തടവുകാരെ. 338 മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആര്? ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു. 339 ആർക്ക് അവസരം കൊടുക്കരുത് എന്നാണ് എഫേസോസ് 4:27 കാണുന്നത്? സാത്താന്. 340 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയിരിക്കുന്നത് ആരെന്നാണ് പൗലോസ് പറയുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ ബാധിച്ചിരിക്കുന്നത് എന്ത്? അജ്ഞത. തുടർന്ന് എഫേസോസ് 5-ാം അധ്യായത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. 341 ആരെപ്പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസോസുകാരെ ഉപദേശിക്കുന്നത്? വത്സല മക്കളെ പോലെ. 342 എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസ് 5:2 പൗലോസ് നൽകുന്നത്? സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം. 343 പൂരിപ്പിക്കുക. ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തു. 344 സ്നേഹത്തിൽ ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിന് മാതൃകയാക്കുന്നതാരെയാണ്? ക്രിസ്തുവിനെ. 345 ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ്? സുരഭില കാഴ്ചയും ബലിയുമായി. 346 എഫേസോസ് 5:3 നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ ഏതെല്ലാമാണ്? വ്യഭിചാരം, അശുദ്ധി, അത്യാഗ്രഹം. 347 ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്? വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ. 348 നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ്? മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാപല്യവും. 349 നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ്? കൃതജ്ഞതാസ്തോത്രം. 350 കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ്? ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ. 351 എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്കാണ്? പിതാവായ ദൈവത്തിന്. 352 പിതാവായ ദൈവത്തിന് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. 353 പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ്? ക്രിസ്തുവിനോട്. 354 ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത്? പരസ്പരം വിധേയരായിരിക്കാൻ. 355 ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ്? കർത്താവിന് എന്ന പോലെ. 356 ക്രിസ്തുവിന്റെ ശരീരമെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? സഭയെ. 357 സഭ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ അതിന്റെ ശിരസ് ആരാണ്? ക്രിസ്തു. 358 ഭാര്യയുടെ ശിരസ് ആര്? ഭർത്താവ്. 359 സഭയാകുന്ന ശരീരത്തിന്റെ രക്ഷകനാര്? ക്രിസ്തു. 360 ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ്? സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: അവിവേകികളെ പോലെ ആകാതെ എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കാനാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത്? വിവേകികളെ പോലെ. 2025 ലോഗോസിന് പഠിക്കാനുള്ള ഏറ്റവും അവസാനത്തെ അധ്യായമാണ് എഫേസോസ് 6-ാം അധ്യായം. 6 ചോദ്യങ്ങളാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ അതിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത്. 361 തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിന്റെ കവചമാണ് ധരിക്കേണ്ടത്? നീതിയുടെ. 362 പൂരിപ്പിക്കുക. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് ധരിക്കുവിൻ. പാദരക്ഷകൾ. 363 ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധമേത്? വിശ്വാസത്തിന്റെ പരിച. 364 ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടതെന്ത്? രക്ഷയുടെ പടത്തൊപ്പി. 365 ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിന്റെ വാൾ ഏത്? ദൈവവചനം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? കർത്താവിൽ നിന്ന്. ഇങ്ങനെയാണ് 400 ചോദ്യങ്ങൾ CDEF വിഭാഗത്തിലുള്ള ആളുകൾക്ക് പഠിക്കുന്നതിനായി POC മുൻകൂട്ടി നൽകിയിരിക്കുന്നത്. 365 ചോദ്യങ്ങളും 35 അധ്യായങ്ങളിൽ നിന്ന് ഓരോ എക്സ്ട്രാ ചോദ്യവും, അങ്ങനെ 400 ചോദ്യങ്ങളാണ്. ഈ 400 ചോദ്യങ്ങളിൽ നിന്ന് 78 ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് POC ഈ അറിയിപ്പിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ
ഇത്രയും ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാൾക്ക് പോലും 70-75 മാർക്കിൽ കൂടുതൽ ഉറപ്പായും കിട്ടും. എന്നാൽ നമ്മുടെ ലക്ഷ്യം 100-ൽ 100 മാർക്ക് കരസ്ഥമാക്കുക എന്നതാണ്. അതിനു വേണ്ടുന്ന പഠന സഹായികളും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോസും ചോദ്യോത്തരങ്ങളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ സാമീഡിയ എന്ന ചാനലിലൂടെ നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുകയും ചെയ്യുക. പരമാവധി ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. 2025 ഓഗസ്റ്റ് പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്ക് കരസ്ഥമാക്കാൻ കഴിയുക എന്നതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.